എന്തായാലും ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് സംഘർഷത്തിൽ വലിയ തോതിൽ ഒരു ഇളവ് വന്നതായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഖത്തറും ഒമാനും നിർവഹിച്ചിരിക്കുന്ന നയതന്ത്ര ദൗത്യം ഇതിൽ നിർണായകമാണ്. അതോടൊപ്പം തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഇറാനിൽ ഇടപെടുന്നതിൽ നിന്ന് അത് അങ്ങനെ ഇടപെടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും മേഖലയിലെ രാജ്യങ്ങളുടെ ഒരു ഇടപെടലും അതോടൊപ്പം തന്നെ ഇറാനിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയാൽ പോലും ആ ഒരു റെജീം ചേഞ്ച് എന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന സ്വപ്നം അത്ര എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ട്രംപ് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയും ഇന്ന് വൈകിട്ടും അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം തനിക്ക് കൃത്യമായ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഇനി ആരെയും അവിടെ തൂക്കിലേറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല, പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും അത് നല്ല കാര്യമാണ്. താനത് പിന്നെ ഇനിയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രക്ഷോഭകരെ ഏതെങ്കിലും അർത്ഥത്തിൽ തൂക്കിലേറ്റുക എന്നതുൾപ്പെടെയുള്ള നടപടികൾ അതൊരു പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു പ്രചാരണം മാത്രമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭകരെ കേൾക്കാൻ തങ്ങൾ ഒരുക്കമാണ്. തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇറാൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്തുകയും ആ വികാരത്തിന്റെ ഒരു മറവിൽ നിന്നുകൊണ്ട് ഒരു കടന്നാക്രമണം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നയതന്ത്ര തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വളരെ പതിയെയാണെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ അതോടുകൂടി ആക്രമണം അവസാനിക്കുമെന്നോ പൂർണ്ണമായിട്ടും ഈ യുദ്ധഭീതി മാറിയോ എന്ന് ഈ ഘട്ടത്തിൽ പറയുക എളുപ്പമല്ല. കാരണം ഇന്ന് രാവിലെ പോലും 5 മണിക്കൂർ നേരമാണ് ഇറാന്റെ വ്യോമാതിർത്തി അടച്ചിട്ടത്. 5 മണിക്കൂറിന് ശേഷം വ്യോമാതിർത്തി തുറന്നിട്ടുണ്ട്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും ഒരു ആക്രമണം ഇറാൻ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സൈന്യം അതീവ സുരക്ഷിതമായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രക്ഷോഭം വലിയ തോതിൽ കെട്ടടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുൻ ദിവസങ്ങളിലൊക്കെയും ഏതാണ്ട് ഇപ്പോൾ 17-18 ദിവസങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ 10,000 തന്നെ പങ്കുചേർന്നിരുന്നു. പക്ഷേ ഇന്ന് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പല പ്രവിശ്യകളിലും പ്രക്ഷോഭകാരികൾ പിൻവാങ്ങിയിട്ടുണ്ട്. കാരണം ശക്തമായിട്ടുള്ള സൈനിക സാന്നിധ്യം വന്നിരിക്കുന്നു. കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു അമേരിക്കൻ പിന്തുണ ലഭിച്ചാലും ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്കോ പരിഹാരത്തിലേക്കോ നീങ്ങുകയില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് പ്രക്ഷോഭകാരികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എന്തായാലും ഇന്ന് ഇപ്പോൾ പകൽ ഏറെക്കുറെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇറാനിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഞാൻ ആഭ്യന്തര സാഹചര്യം ചോദിക്കുകയാണ്. ഇതിനു മുൻപും ഇറാനിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള സമരം നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ധനത്തിന് വില കൂട്ടിയ സമയത്തുണ്ടായിരുന്ന 2019 സമരം ഓർമ്മയുണ്ട്. അതൊക്കെ വലിയ തോതിൽ വന്നു. ഹിജാബ് സമരം വലിയ തോതിൽ ഇതുപോലെയും അടിച്ചമർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇറാനിൽ ഇടയ്ക്കിടെ ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്നു. അവ ഈ ഖാംനഈ അഡ്മിനിസ്ട്രേഷൻ അതിനെ അടിച്ചമർത്തുന്നു എന്നതിങ്ങനെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു എന്നേ കാണാനുള്ളൂ. കാരണം ഇതൊന്നും സാധാരണ നിലയ്ക്ക് റെജീം ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൽ ഈ സമരങ്ങൾ രൂപപ്പെടുന്നില്ല. ആളുകൾ തെരുവിലിറങ്ങുന്നു, ബഹളം വയ്ക്കുന്നു, പടം കത്തിക്കുന്നു എന്നല്ലാതെ അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാവുക, അതിലൊരു ഫോർമേഷൻ, ഒരു സംഘടനാ രൂപത്തിൽ വരിക, അല്ലെങ്കിൽ പ്രതിപക്ഷ രൂപിയായിട്ട് അത് ഉയർന്നു വരിക, അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഇടയ്ക്കിടെ ആളുകളുടെ പ്രൊട്ടസ്റ്റുമായിട്ട് വരുന്നു, ഇവരടിച്ചമർത്തുന്നു, കഴിയുന്നു എന്നത് ആവർത്തിക്കുകയാണ്. അങ്ങനെയാണോ കാണേണ്ടത്? ഏറെക്കുറെ ഇപ്പോൾ ഈ ഒരു കുറച്ച് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിന്നു, കൂടുതൽ വലിയ പങ്കാളിത്തമുണ്ടായി എന്നത് മാറ്റി നിർത്തിയാൽ 2016, 2019, 2022 കാലയളവിൽ നടന്ന ആ ഒരു പ്രക്ഷോഭത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കാരണം നേരത്തെ ഇന്ധന വില വർധനവിനെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടലും പ്രക്ഷോഭവും ഉണ്ടായിരുന്നു. അത്തരം പിന്നെ അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു പങ്കാളിത്തവും ഈ പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് 2016, 2019, 2022 തുടർന്നിപ്പോൾ 2026 തെളിയിക്കുന്നത്. കാരണം സൈനികമായി പൂർണ്ണമായിട്ടും ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനം, രാഷ്ട്രീയ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനം, അത്തരമൊരു സാഹചര്യം തുടരുന്നിടത്തോളം കാലം ഒരു റെജീം ചേഞ്ച് എന്നത് പിന്നെ അമേരിക്കയോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് കൂടുതൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുക, അങ്ങനെ നിലവിലുള്ള ജീവൽ പ്രതിസന്ധി കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കൂടുതൽ ശക്തമായി രംഗത്ത് വരാൻ പ്രേരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് നീങ്ങുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുക എളുപ്പമല്ല.